റിയാലിറ്റി ബൈ ഷാരികയുടെ റിയാക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. രേണുസുതി കഴിഞ്ഞാൽ ഏറ്റവും അധികം സൈബർ ബുള്ളിയും വാരിക്കൂട്ടി ഇപ്പോഴും തലയെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ജാസിയും കൂട്ടത്തിൽ അഷിയും ഉണ്ട് കേട്ടോ. അഷി എനിക്കിന്നും മനസ്സിലായിട്ടില്ല എന്തിനാണ് ജാസിയുടെ പുറകെ ഇങ്ങനെ ക്യാമറയും തൂക്കി പിടിച്ച് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ക്യാമറ തൂക്കി പിടിച്ച് നടക്കാത്ത ഇൻഫ്ലുവൻസേഴ്സും അവരെ കൊന്നുപോലെ വിളിക്കുന്നുണ്ട്. എന്താണ് ജാസി നിങ്ങളോടൊക്കെ ചെയ്ത തെറ്റ്? ജാസി സമൂഹത്തിന് എന്ത് നെഗറ്റീവ് മെസ്സേജാണ് കൊടുക്കുന്നത് അവരുടെ വീഡിയോയിലൂടെ? ഞാൻ ജാസിയുടെ വീഡിയോ കാണുമ്പോഴേക്കും അത്യാവശ്യം റീച്ചുള്ള വീഡിയോസാണ്. അവർ ചിരിപ്പിക്കുവാണ് അവരുടെ മണ്ടത്തരങ്ങൾ കാണിച്ച്, ഓരോ സിനിമ റീൽസുകളൊക്കെ ചെയ്ത് അത് അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജാസിയും അഷിയും വളരെ സമാധാനത്തോടെ ആരെയും ഉപദ്രവിക്കാതെ അവരുടെ ജോലി നോക്കി അവരും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അവരുടെ ജോലി നോക്കി ചെയ്യുന്നു. അതിനകത്ത് അവർ ആരെയും അധിക്ഷേപിക്കുന്ന ഈവൻ ഒരു ഒരു അധിക്ഷേപ റീല് പോലും അവർ അവിടെ നിന്ന് ചെയ്യാറില്ല അല്ലേ? ഫേമസ് ആയിട്ടുള്ള റീൽസൊക്കെ എടുത്തിട്ട് അവർ ചെയ്യുന്നു. അവർക്ക് അവരുടെ റീല് കാണാൻ ആളുള്ളത് കൊണ്ട് ഇരുന്ന് കാണുന്നു. എന്ത് തെറ്റാണ് ജാസി നമ്മുടെ സമൂഹത്തിനോട്? സമൂഹം അവരെ കല്ലെറിയുന്നില്ല, ഇൻഫ്ലുവൻസേഴ്സ് ആണ് ജാസിയെ കല്ലെറിയുന്നത് അല്ലേ? ഒരു പറ്റം ഇൻഫ്ലുവൻസേഴ്സ് ജാസിയെ മറ്റേ പേരുകളൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നു. അത് എൻ്റെ ചാനലിൽ പറയാൻ എനിക്ക് അല്പം മടിയുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. എന്തിനാ അത് റിപ്പീറ്റ് ചെയ്യുന്നത്? എനിക്ക് ജാസിയെ ഇഷ്ടമാണ്. ജാസി അവർ ഒരു സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അറിയാം, ബോധമുള്ള എല്ലാവർക്കും അറിയാം ജാസി ഒരു ട്രാൻസ്ജെൻഡർ ആണ്, അല്ലെങ്കിൽ അവരൊരു സ്ത്രീ അല്ല. പക്ഷേ അവർ സ്ത്രീ വേഷത്തിൽ നടക്കുന്നു, സ്ത്രീയെ പോലെ ബിഹേവ് ചെയ്യുന്നു. അവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്ത് മനോഹരമായിട്ടാണ് അവർ സംസാരിക്കുന്ന ആൾക്കാരോട്. ഞാൻ അവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂ കൂടാതെ പേഴ്സണലി ഞാൻ അവരോട് മിണ്ടിയിട്ടുണ്ട്. എത്ര സ്വീറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അവരുടെ മുഖം കാണാൻ എത്ര ഭംഗിയാണ്, അവരുടെ നടത്തം, അവരണിയുന്ന ആഭരണങ്ങൾ, അല്ലെങ്കിൽ അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ. സാരിയാണ് കൂടുതലും ജാസി എപ്പോഴും ഉടുക്കുക. ആ സാരി എത്ര മിടിക്കുകയാണ് അവരെ കാണാൻ. അതുമാത്രമല്ല, തനിക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ അവർ ചിരിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത്. എത്ര അധിക്ഷേപപരമായിട്ടാണ് ഓരോ ഇൻഫ്ലുവൻസേഴ്സും ജാസിക്കെതിരെ ഇരുന്നു കൊണ്ട് വീഡിയോ ചെയ്യുന്നത്. നല്ല അന്തസ്സായിട്ട്, നല്ല അപരാധം തന്നെയാണ് അവരെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിന് മാത്രം അത്ര വലിയ തെറ്റുകാരിയാണോ ജാസി? ഞാൻ മലയാളി സമൂഹത്തിൻ്റെ, അതായത് നമ്മുടെ ഡയറക്റ്റ് ജനങ്ങളെ ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിലാണ് സൈക്കോകളല്ല ഇരിക്കുന്നത്. അത് കുറേ കമൻറ്റുകൾ, അതുകൂടാതെ കുറേ അധികം എന്ന് ഞാൻ പറഞ്ഞില്ല, കുറച്ചധികം ഇൻഫ്ലുവൻസ് ഇവരെ പുറകെ നടന്ന് ഹോണ്ട് ചെയ്യുന്നുണ്ട്. രേണുസുതിയുടെ പുറകെ നടന്ന് ചൊറിഞ്ഞിട്ട് എന്തായി അവസാനം? അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാവും അവരുടെ പിന്നിൽ വിഷമിപ്പിക്കുന്ന ഒരുപാട് കഥകൾ. ജാസിയുടെ പാസ്റ്റ് എന്തു ആയിക്കോട്ടെ, എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടാണോ? ഈ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും പെർഫെക്റ്റ് ആണോ? അവരാരും തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലേ? അവർക്ക് മോശം പാസ്റ്റ് ഇല്ലേ? എന്തിനാണ് ജാസി ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്? അവരാരെ അധിക്ഷേപിക്കുന്നില്ലല്ലോ. കുറച്ചൊക്കെ പരസ്പര ബഹുമാനം കാണിക്കട്ടെ.